എടാ 4 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് സാർ വന്നിട്ടുള്ളത്. ഇവിടെ നോക്കടാ, ഈ ഫിഗറിൽ ആംഗിൾ ബി എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. ആയിക്കോട്ടെ, നോ പ്രോബ്ലം. ആംഗിൾ സി ഈസ് ഈക്വൽ ടു 44 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ അവർ ചോദിച്ചിരിക്കുന്നത് ഈ ആംഗിൾ എ എത്രയാണ്, മെഷർ ഓഫ് ആംഗിൾ എ എത്രയാണ്. ഒരു ട്രയാംഗിൾ എല്ലാ ആംഗിളും കൂട്ടിയ 180 അല്ലേ? 180 നിന്ന് 90 പോയി, ബാക്കി 44ഉം പോയി, ബാക്കി എത്രയാണ് ഉണ്ടാവുക? ദാറ്റ് ഈസ് ഈക്വൽ ടു 46 ഡിഗ്രി അല്ലേ? 46 ഡിഗ്രി അല്ലേ? നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് tan 44 എന്താണെന്ന് ചോദിച്ചത്. tan 44 ഈസ് ഈക്വൽ ടു എന്താണ് tan 44? tan എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്, എതിർവശം ബൈ സമീപവശം അല്ലേ? നോക്കടാ, ഈ 44 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ സൈഡിന് പറയുന്ന പേരെന്താ? എ ബി അല്ലേ? അഡ്ജസന്റ് സൈഡ് ആയിട്ട് കിടക്കുന്നത് ബി സി. അപ്പൊ നമുക്ക് എന്ത് എഴുതിയാൽ മതി? നമ്മുടെ ആൻസറിലേക്ക് വരുമ്പോൾ എ ബി ഡിവൈഡഡ് ബൈ ബി സി എന്ന് എഴുതിയാൽ പോരെ. ഓപ്ഷൻ നോക്കിയേ, ഓപ്ഷൻ എ തന്നെയാണ് എ ബി ബൈ ബി സി. ഡൗട്ട് ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, tan 46 ആരാടാ? tan 46 ദാ ഇവിടെ 46 ഡിഗ്രി അല്ലേ? ഈ tan 46 എങ്ങനെയാ കണ്ടുപിടിക്കുക? tan എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് അല്ലേ? ഈ ടാന്റെ ഈ 46ന്റെ ഓപ്പോസിറ്റ് ആരാ? ബി സി. ഓപ്പോസിറ്റ് ആരാ? ബി സി. അഡ്ജസന്റ് ആരാ? എ ബി. അഡ്ജസന്റ് ആരാ? എ ബി. അങ്ങനെയാണെങ്കിൽ ഒന്ന് ഇവിടെ എഴുതി നോക്കിയേ, എന്ത് കിട്ടും നമുക്ക്? ബി സി ബൈ എ ബി എന്ന് എഴുതാൻ പറ്റും. ഡൗട്ട് ഉണ്ടോ? നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രൂവ് ദാറ്റ് tan 44 into tan 46 ഈക്വൽ ടു 1 എന്ന് തെളിയിക്കണം. tan 44 മുകളിലുണ്ട്. tan 44 ആരാ? എ ബി ബൈ ബി സി. അപ്പൊ പറഞ്ഞേ എ ബി ബൈ ബി സി ഇൻറ്റു tan 46 ആരാ? 46 ആരാ? അതിന്റെ അടിയിലുണ്ടേ ബി സി ഡിവൈഡഡ് ബൈ എ ബി ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്നാക്കണം. ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ എ ബിയും കട്ടായി പോയി, 1. ബി സിയും കട്ടായി, ബാക്കി 1. കാരണം ബി സിയിൽ ഒരു ബി സി, എ ബിയിൽ ഒരു എ ബി, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. 1 into 1 എത്രയാടാ? 1 അല്ലേ? 1 ഈസ് ഈക്വൽ ടു 1. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? RHS ഈസ് ഈക്വൽ ടു LHS. റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആണ്. ഹെൻസ് പ്രൂവ്ഡ്. പരിപാടി കഴിഞ്ഞു.